നമസ്കാരം. ജസ്ന സലീം പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ അടവും ചീറ്റിപ്പോയി. ഇപ്പം പുതിയ ഒരെണ്ണമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആർക്കാണാവോ ചേച്ചി മതം ഉപേക്ഷിച്ചതിൽ ഇത്രയും സങ്കടം? ഞങ്ങൾക്ക് ആർക്കും ഒരു സങ്കടമല്ലേ ചേച്ചി മതം ഉപേക്ഷിച്ചതിൽ. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇതുപോലെ ചോദിച്ചു കാണുമെന്ന്. ഒരു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ജസ്ന മതം ഉപേക്ഷിച്ചതിൽ സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ജസ്ന മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് ഒരു ഇൻ്റർവ്യൂയിലൂടെ ആയിരുന്നു. അത് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ സംഭവം ഇതിങ്ങനെ വന്ന് പറയുമ്പോൾ എല്ലാവരും ജസ്നേൻ്റെ പുറകെ പോകുന്നതാണ് ജസ്ന വിചാരിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്നൊക്കെ ജസ്ന കരുതി കാണും. പക്ഷേ ചേച്ചിക്ക് തെറ്റ് ചേച്ചി. കോളിളക്കം പോയിട്ട് ഒരു ഇല പോലും അനങ്ങിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു. എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി. പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിൽ എത്തിച്ചത് എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ട്, അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് കൊണ്ടാണ്. അതേപോലെ വേറൊരു എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ്. ആരും ശ്രദ്ധിക്കപ്പെടും. അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത്. ജസ്ന സലീം ഇത്രയും കാലം ഫേമസ് ആയത് ചിത്രം വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന ലേബലിലായിരുന്നു. അല്ലാതെ കഴിവ് കൊണ്ടല്ല. അത് ജസ്നയ്ക്ക് അറിയില്ല. ജസ്ന പറയുന്നത് കേട്ടില്ലേ, അവൾ ബിസിനസ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ ചിത്രം വരയ്ക്കുന്നു എന്താണ്. എന്തൊരേപോലത്തെ, എക്സാക്റ്റ് ഒരു കോപ്പി അടിച്ച ചിത്രം പോലെയുണ്ട്. എന്ത് ഭംഗിയാണുള്ളത്. ഇതിലും ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ജീവിക്കാൻ വേണ്ടിയാണല്ലോ, അത് വരച്ച് ജീവിച്ചോട്ടെ. പക്ഷെ ജീവിക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ കണ്ണിൽ പൊടിയിടുകയല്ലേ ജസ്ന ചെയ്യുന്നത്. അതിലേക്ക് വന്നു തുടങ്ങിയതാ. ഉസ്താദിൻ്റെ രൂപത്തിൽ ആദ്യം വന്നു, പിന്നെ വേറൊരു വ്യാജ ഡോക്ടറെ പേരിൽ, പിന്നീട് അങ്ങോട്ട് എല്ലാം ഈ മതത്തിനെ പറ്റി പറഞ്ഞ് എല്ലായിടത്തും ഈ തട്ടം എന്നുള്ളൊരൊറ്റ കാരണം എന്നെ വേർതിരിച്ച് കാണല് തുടങ്ങി. എന്നെക്കുറിച്ച് ഇല്ലാവചനങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. വ്യാജപ്രചരണം ഇറക്കാൻ കേട്ടില്ലേ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ കേട്ടില്ലേ, അതാണ് അവസ്ഥ. എന്നെ ഇങ്ങനെ നിരന്തരം മുസ്ലിംസ് വേട്ടയാടി ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത്. മതം മാറിയോ മതത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. ഞാൻ തട്ടം ഉപേക്ഷിച്ചു. കാരണം ഈ തട്ടമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളാണ് പറഞ്ഞത്. അവൾ തട്ടമിട്ട് നടക്കുന്നുണ്ടേ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. തട്ടമിടാതെ ഞാൻ നടന്നു നോക്കട്ടെ, അപ്പം എനിക്ക് വരയ്ക്കാൻ കിട്ടുമല്ലേ നോക്കട്ടെ. അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ടുള്ള കണ്ണൻ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഞാൻ ആ തട്ടത്തിൻ്റെ ലേബൽ അവിടെ മാറ്റി. മതം മാറിയോ ഇല്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണുള്ളത്. അതിപ്പോൾ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചാൽ എനിക്ക് അതിൽ കൂടെ ഒന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളാരെയും ബോധിപ്പിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ മതത്തിൻ്റെ പേര്? ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു മതത്തിലുള്ളവരെ അങ്ങ് തള്ളിപ്പറയാണ്. അപ്പം തള്ളിപ്പറയുമ്പോൾ ആ മതത്തിലുള്ളവർ സപ്പോർട്ട് കിട്ടുമല്ലോ. അതാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു മതത്തിലുള്ളവരും ഒരു കലാകാരന്മാർ അംഗീകരിക്കാണ്ടിരിക്കില്ല. പക്ഷെ ഇതുപോലെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നവരെ ആരും അംഗീകരിക്കില്ല.